17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സോ ഇതാണ് ഈ സ്ഥലത്തോട് വിട പറയാണ്. പിന്നെ 80% ബാറ്ററി എന്ന് പറയുമ്പോൾ ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി ഇതുപോലത്തെ കിലോ വാട്ട് പിടിച്ചാ കേട്ടില്ല ആക്ച്വലി ഈ വീസിന്. റിവ്യൂ പറഞ്ഞു പറഞ്ഞ്停在那个停车的那个线里面，那个靠边的那里。没有停在停车道。那里系统显示混乱是不是？系统故障里面。现在还能不能？不能动。不能动。嗯。我穿一下。我再试一下吧。不行，不行，不行，不行！放到只用那个了。画不了画不了这个。放不过来嘛，是吧？嗯。它是显示系统混乱。哎，有电呢。拖下去要多远？就几公里而已。64，还有3公里。哦，好。我人可以坐进去吗？可以。എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തോ ഒരു നമ്മളിപ്പോൾ ഇത് അഡാസ്, അതായത് ഓട്ടോ ഡ്രൈവ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് എറർ മെസ്സേജ് വന്നിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. വണ്ടി ഒതുക്കിയിട്ട് സർവീസ് സെൻറ്ററിനെ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ സൈഡിൽ ഒതുക്കി. പിന്നെ കാറ് ടോട്ടലി ഷട്ട് ഡൗൺ ആയി. എന്ത് ചെയ്യണമെന്ന് പിടിയുണ്ടായില്ല. അങ്ങനെ ഇൻഷുറൻസ് വിളിച്ചു, പിന്നെ BYD സെൻറ്ററിൽ വിളിച്ചു. അവർ പറഞ്ഞ് നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടോ ചെയ്ത്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൈവേയിലാണല്ലോ. അപ്പോൾ ഹൈവേന്ന് അവർക്ക് ടോ സർവീസ് ഇല്ല. അപ്പോൾ ഹൈവേയിൽ ഗവൺമെൻറ് ടോ സർവീസ് ഉണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചേക്കണം. ഈ സർവീസ് സെൻറ്ററാണ്, ഇവരാണ് ഇപ്പോൾ ടോ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. ടോ ചെയ്തിട്ട് നമ്മളെ ഹൈവേന്ന് പുറത്താക്കി തരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് BYDയുടെ ഇൻഷുറൻസിൻ്റെ ഇത് ടോട്ടക്ക് വന്നിട്ട് നമ്മളെ BYD സെൻറ്ററിൽ കൊണ്ട് ആക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം 500 കിലോമീറ്റർ തികഞ്ഞോളൂ. 500 കിലോമീറ്റർ ഏകദേശം. ഇനി ഒരു 1000 കിലോമീറ്റർ ഓടാണ്ട്. അതിൻ്റെ ഇടയ്ക്കാണിത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇങ്ങനെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം. ഒരു കൊല്ലത്തിന് മുകളിലായി. I don't know what's the reason. We need to go to check that we know detail what's going on. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തോട്ടത്തിൻ്റെ മുകളിൽ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു മഴയും. ഒന്നും പറയാനില്ല. പോയി നോക്കട്ടെ എന്താ അവർ പറയണേന്ന് നോക്കാതെ. I don't know I'm gonna use it or not. Honey, ask BYD to pay me money, okay? Otherwise I'm gonna post this in overseas. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ BYD സ്റ്റോറിൽ വിളിച്ച് അവർ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ വീണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്ത് നോക്കി. പിന്നെയും ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ടോ ട്രക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള ലൊക്കേഷൻ BYD സർവീസ് സെൻറ്റർ 150 കിലോമീറ്ററാണ് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളുടെ ഇൻഷുറൻസ് 50 കിലോമീറ്റർ വരെയാണ് കവർ ചെയ്യുള്ളൂ. സോ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു
1 കിലോമീറ്ററിന് 8 RMB വെച്ച് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ BYDയുടെ ഞങ്ങൾ വാങ്ങിച്ച സ്ഥലമല്ലേ, അവിടുത്തെ സർവീസ് എഞ്ചിനീയർ വിളിക്കണം. അവിടുത്തെ സർവീസ് എഞ്ചിനീയർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വർക്കാവുന്നതാണ്, പക്ഷേ ഞങ്ങൾ ചെയ്തിട്ട് ഒന്നും ശരിയാവണില്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ 150 കിലോമീറ്റർ മാറിയാണ് ഇങ്ങനെ ടൂ ട്രക്ക് കാശാവാണ്ട് മീൻസ്. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ BYDയുടെ നേരിട്ടുള്ള കമ്പനിയിലോട്ട് വിളിച്ച് പറ. അവർ കാരണം ഇത് നിങ്ങളുടെ പ്രശ്നം കണ്ടു, കാരണം നിങ്ങൾ എവിടെയും പോയി ഇടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സംഭവം സംഭവിച്ചില്ല, തന്നെ ഓട്ടോമാറ്റിക്കലി ആയതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BYD തന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. സോ അവർ തന്നെ ടോ ട്രക്ക് അറേഞ്ച് ചെയ്തിട്ട് എല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞ. അങ്ങനെ അവൾ BYDനെ വിളിച്ച്, അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അവർ വിളിച്ചപ്പോൾ തന്നെ അറിയാം, ഓ ഇന്ന ആളല്ല, ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കണേ, ഓക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു, സോ ഞങ്ങൾ ഇപ്പോൾ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു ടോ ട്രക്ക് അറേഞ്ച് ചെയ്യാം, അവർ തന്നെ അവരുടെ ചിലവിൽ ടോ ട്രക്ക് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആ ടോ ട്രക്കിന് വേണ്ടി കാത്തിരിക്കുക. ഇതുവരെ വിളിച്ചില്ല. അത് വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അറിയാം, ഒരു ചെക്ക് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് പറയും എന്താണ് കാര്യമെന്ന്. സമയം പോകാൻ വേണ്ടി. What else I can do? This can help me calm down. ഓരോരുത്തരെ വിളിച്ച് പാവായി. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകത്തെ മഴയും രക്ഷയില്ല. മഴ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങളവിടെ നിന്നപ്പോൾ, പുറത്തിറങ്ങി നിന്നപ്പോൾ ഭയങ്കര മഴ, ഷൂ ഒക്കെ നനഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്തായാലും റിവ്യൂ അടിപൊളിയായി. Real review. റിവ്യൂ അടിപൊളി റിവ്യൂ. Yeah, let's see how is the performance. I don't want to lie to you. If the performance, this service no good, don't buy it. I mean it. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് BYD സർവീസ് സെൻറ്ററിലാണ്. ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇറക്കി, മറ്റേ ടൂ ട്രക്ക്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്തു ഒരു രാത്രി. ഇന്ന് രാവിലെ ഫുള്ള് അവർ ചെക്ക് ചെയ്തിട്ട് എന്താ കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ ഇപ്പോഴും ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൽ എന്തായാലും അറിയാൻ പറ്റില്ല എന്താ പ്രശ്നം. പാർട്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ പാർട്സ് വരെ കാത്തിരിക്കണം. ഇത് പെർഫെക്റ്റ് ടൈമിംഗ് അല്ല. വണ്ടിയുടെ പറ്റി റിവ്യൂ പറഞ്ഞ സമയത്താണ് വണ്ടിക്ക് ഒരു പ്രശ്നം. ഒരു കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല. ഇത്രയും ലോങ് ഓടിയിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ ഓടിയത് ഞങ്ങൾ കാൽക്കുലേറ്റ് ഓൾമോസ്റ്റ് 422 കിലോമീറ്റർ ഓടി ഒറ്റ സ്ട്രെച്ചിന്. മീൻസ് ഇടയ്ക്ക് നിർത്തിയിട്ടില്ല. ഒറ്റ സ്ട്രെച്ചിന് 422 കിലോമീറ്റർ ഓടി. ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, 200 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ചിന് പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് 400 കിലോമീറ്റർ. പക്ഷേ വണ്ടിക്ക് ബാറ്ററിക്ക് പ്രശ്നമല്ല. എനിവേ ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും കാരണം എന്താണെന്ന് പറയാമെന്ന് പറയാം. ഇതുവരെ അവർക്ക് ഒരു പ്രശ്നം കിട്ടിയിട്ടില്ല. സോ ഇതൊരു യൂഷ്വൽ പ്രശ്നമല്ല, ഭയങ്കര ഒരു അൺയൂഷ്വൽ പ്രശ്നമാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു. BYD സർവീസ് അടിപൊളിയാണ്. കാരണം ഇവർക്ക് ഞങ്ങൾ മറ്റേ BYD കമ്പനിയിലോട്ട് നേരിട്ട് വിളിച്ച കാരണം അവർ ഈ ടോ ട്രക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷേ അപ്പോൾ ഇവർക്ക് പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് തറവായിട്ട് ഇത് ചെയ്യണം, ചെക്ക് ചെയ്യണം. കാരണം നേരിട്ട് കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ കാരണം. സോ അതുവരെ ഇപ്പോൾ അതാണ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഈ പാർട്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് സോഫ്റ്റ്വെയർ ഗ്ലിച്ചോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് പോവാം, വൈകിട്ട് പോവാമെന്നാണ് പറഞ്ഞത്. നോക്കാം. അനി
上车注意脚下安全。危险品不要带上车。慢点哈，注意脚下。反正小心哦。好 ，OK。你这边我坐下，你现在没睡呀？我觉得有点高。那我这个挤进去拿不出来。那Life is unexpected. Life is what? Chocolate box? Yeah, mix of chocolate. You don't know what you're gonna get. But I know inside there is chocolate. Well, we almost give up this video. So we don't know how to continue. So twist 了 Twist. twist. Another twist. Yes. Reach home, Alex. I'm very tired. This is our hotel tonight. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ. ഇതിനെയാണ് ഇവിടെ സോഫ്റ്റ് സ്ലീപ്പർ എന്ന് പറയാം. 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് സോഫ്റ്റ് സ്ലീപ്പർ, സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ഹാർഡ് സ്ലീപ്പർ. സോ ഇത് ഫസ്റ്റ് ക്ലാസ് AC. പിന്നെ നടന്നത് കുറേ ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് എവിടെയെങ്കിലും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തായ്ചാങ്ങിലാണ്. ഞങ്ങളിപ്പോൾ ഓൾറെഡി റൂം എടുത്ത് കഴിഞ്ഞു, വീടെടുത്ത് കഴിഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് എത്തി, ഇന്നലെ വൈകിട്ട് റൂം എടുത്തു. ഇന്ന് ഓൾറെഡി മൂവിങ് ചെയ്തു. അപ്പോൾ വണ്ടിയുടെ കേസ് ഞാൻ പറയാം, അതൊരു വലിയ കഥയാണ്. ഞങ്ങൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിസൾട്ട് അവർ പറഞ്ഞത് PDC, പവർ ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞൊരു ഐറ്റുണ്ട്. അതായത് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയാം വണ്ടിയുടെ. സോ അതിനായിരുന്നു പ്രശ്നം. സോ ആസ് പെർ BYD പോളിസി അനുസരിച്ച് അതിന് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട്. സോ അതിന് അങ്ങനത്തെ ഒരു പ്രശ്നം വന്ന കാരണം അവർ പറഞ്ഞു അത് ക്വാളിറ്റി ഇഷ്യൂ ആണ്. സോ ഇത് നന്നാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും വേണമെന്ന് പറയും. കാരണം ഇത് ഓരോ വെഹിക്കിളിന് സെപ്പറേറ്റ് ആണ്. സോ ഞങ്ങളുടെ വെഹിക്കിളിന് വേണ്ടിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവർ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കണം. സോ ഒരു സ്പെസിഫിക് യൂണിറ്റ് ഞങ്ങളുടെ വെഹിക്കിളിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കണം. സോ അത് കാരണം അവർക്ക് സമയം വേണമെന്ന് പറയും, ഒരാഴ്ച. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരാഴ്ച വരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ള പെട്ടികളൊക്കെ എടുത്ത്, നമുക്ക് എടുക്കാൻ പറ്റണ പെട്ടികളൊക്കെ എടുത്ത്, വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് പോന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 ദിവസം ആവാറായി. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇവളായിട്ട് ഒരു ഫുൾ ടൈം കോൺവെർസേഷനിലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇത് ഞങ്ങളുടെ തെറ്റല്ല. കാരണം അവർ നോക്കിയപ്പോൾ അത് PDCൻ്റെ പ്രോബ്ലമാണ്. ഞങ്ങൾ ഓടിച്ചേനോ, അതായത് ഞങ്ങൾ ഓടിച്ച കാരണമോ അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റ് കാരണമോ അങ്ങനെ ഒന്നും ഉണ്ടായതല്ല, അത് ഇൻബിൽറ്റ് പ്രശ്നമാണ്. സോ ഇങ്ങനത്തെ കേസിൽ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കാരണം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലല്ലായിരുന്നു. കാരണം അത് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വന്ന ഒരു പ്രശ്നമാണ്. സോ ഇപ്പം അതിനെങ്ങനെ സോൾവ് ചെയ്യാം? കാരണം ഞങ്ങൾക്ക് ഇപ്പം എത്രയും ചിലവായി. ഞങ്ങൾ അവിടെ വന്നെത്തി, ഞങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. സോ ഇത് കാർ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരാഴ്ച. ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ക്ലെയിം ചെയ്തു ഞങ്ങൾക്ക് കാശ് കിട്ടണമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ കാരണമല്ല, വണ്ടിയുടെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ള കമ്പൻസേഷൻ കിട്ടണമെന്ന് പറഞ്ഞു. സോ അവർ ഫസ്റ്റ് പറഞ്ഞത്, കാരണം ഞങ്ങളുടെ ഹൈവേയിൽ വന്നാണല്ലോ ഇത് പ്രശ്നമായ. സോ ആ ഹൈവേന്ന് കൊണ്ടുപോയ
ആ സർവീസ് സെൻറ്ററിൽ എത്തിച്ച കാശ് അവർ റീമേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് മീൻസ് അത് അവരെടുത്തോളാം പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഇവിടേക്കുള്ള വണ്ടി ചിലവ് മീൻസ് അവിടെ നിന്ന് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെ നിന്നാക്കി ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അത് അവർ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മീൻസ് അതിന് കുറേ ആർഗ്യുമെൻറ്റൊക്കെ ഉണ്ടായി. അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കുറേ നിർബന്ധിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മീൻസ് ആ ഹൈവേന്ന് ആ സർവീസ് സെൻറ്ററിലോട്ട് കൊണ്ടുപോയ കാശ് ഞങ്ങൾ കൊടുക്കാം, ബാക്കി അതായത് ആ സർവീസ് സെൻറ്ററിൽ നിന്ന് ഇവിടുത്തെ സർവീസ് സെൻറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്പെയർ കാർ പറ്റാണെങ്കിൽ കിട്ടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരാൻ പറഞ്ഞു. സോ അങ്ങനെയൊക്കെ ആലോചിച്ച് കുറേ അപ്പ് ആൻഡ് ഡൗൺ കഴിഞ്ഞിട്ട് അവസാനം അവർ പറഞ്ഞു എല്ലാം ചിലവ് അവരെടുത്തോളാം പറഞ്ഞു. അതായത് ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ പിടിച്ച് പോയ കാശും അവിടെ ഹോട്ടലിൽ നിന്ന ഒരു ദിവസം ഹോട്ടലിൽ താമസിച്ച കാശും അവസാനമായിട്ട് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വണ്ടി ഇവിടെ എത്തിച്ച് തരാനുള്ള കാശും എല്ലാം അവർ എടുത്തോളാം എന്ന് പറയും. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പിയായി. അവസാനം അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ മെയിൻ സർവീസ് സെൻറ്ററിന് പറഞ്ഞു അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും, വീണ്ടും സമയമെടുക്കും. പിന്നെ ഇതൊരു എന്താ പറയുക 2 സർവീസ് സെൻറ്ററിലുള്ള ഒരു പ്രശ്നമാണ്. സോ ഇടയിൽ കിടന്ന് കുറേ സമയം വേസ്റ്റാവും. സോ അവസാനം ഇവർ തമ്മിൽ തന്നെ സംസാരിച്ച് പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് കാശ് തന്നേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള കാശും നിങ്ങൾക്ക് ചിലവായ കാശും എല്ലാം അവർ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ വന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് BYD നേരിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. സോ അവരാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവസാനം ഈ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ റിപ്പയർ ചെയ്യും. സോ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം, റിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ PDC കൺട്രോളിന് ഇനി ഓർഡർ കൊടുത്ത് അവർ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇതുവരെ നടന്നത്. ഇനി വണ്ടി എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞാൽ അവർ പറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്നാണ്. ഫസ്റ്റ് തന്നെ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് BYD and the 2 service centers? It's not easy. They actually make a decision based on your attitude also. Of course, they have a service book to deal all kind of situation like compensation, reimburse your living cost, reimburse high speed fee. All these service they have in the book. They can provide to you. But our case is quite special. The place where our car got problem it's not our destination. We have to leave that place in very short time. We cannot wait that long time. And the main problem is the issue of that car is quite serious. Yeah, it's not just repair one cable, we can wait 1 or 2 days. Once repaired, we can just drive car go. We always think like we are the person, we are the innocent party. We should get more compensation, or we don't want more compensation. We just want at least we don't lose anything. But in this process, they give many plan A, plan B, plan C. But no matter which plan, we have to lose some money. We don't even consider like lose our time, our energy, yes. A lot of trouble to us. Carry the luggage. Yes. And come here. Yes. Then. Except all this trouble, still we have to pay more money for the quality problem they produce. That makes us very upset. But in the end, we actually accept like. We don't want to wait more time to solve this problem. We want to take our car fast. Finally, everyone sit down and discuss. They make a plan.
we are satisfied with. So that means they pay everything. They paid everything. Yes. സോ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവർ സമ്മതിച്ചു, എല്ലാം അവർ പേ ചെയ്തോളാം പറയും. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് ദം? ലൈക്ക് ജസ്റ്റ് നോട്ട് ബൈ, ഐ meant to say, were they rude, were they shout? Because They're not rude, but attitude-wise, they're not rude. But I feel like they can provide a better service for the people in this kind of special case. Like I believe this is very common. Like people drive car in a long distance. Then no, maybe people drive car in long distance, but the fault is with the driver. Something else. No, the fault is with the driver itself. Not quality. Not quality problem of theirs, and many parts, have limited warranty. Like maybe only valid for 1 year or 2 years. After that they don't give any warranty. So if something happen, you are on your own. But this part is very important. They give lifetime warranty. This case I feel like it's very rare because they also അവരുടേതായ ഒരു മാനുവൽ ബുക്ക് ഉണ്ട് ഇങ്ങനത്തെ കേസിന് അവരുടെ കയ്യിലില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ ജീവിക്കണത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടി ഓഫീസിൽ പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇതുപോലത്തെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് എല്ലാം ചെയ്തു തരാൻ പറ്റും. അതായത് നമ്മുടെ കാറ് കൊണ്ടുപോയി ഇവിടെ നിന്ന് തന്നെ അവർ പിക്ക് ചെയ്ത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകും. അവിടെ നമുക്ക് ഒരു സ്പെയർ കാർ തരും. സോ എല്ലാം അവർ തന്നെ ചെയ്തോളും, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ കേസ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു, കാരണം നമ്മൾക്ക് നടുവിൽ വെച്ചാണ് ഞങ്ങൾ അവിടെയും അല്ല ഇവിടെയും അല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്കും അങ്ങനത്തെ ഒരു മാനുവൽ ബുക്ക് ഇല്ല. ഹൗ ടു ഡീൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യാൻ വേണ്ടി അവർക്കും ഒരു മാനുവൽ ബുക്ക് ഇല്ല. സോ ഇപ്പം അവർ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തത് നമ്മളിങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടാണ്. ബട്ട് ഞങ്ങൾ വി സ്പോക്ക് ടു ദം ഓൾമോസ്റ്റ് 2 days. ആ 2 days കഴിഞ്ഞപ്പോഴേക്കും അവർ അക്സെപ്റ്റ് ചെയ്തു. കുറേ നമ്മൾ സർവീസ് സെൻറ്ററിൽ വിളിച്ചു, BYD ഞാൻ നേരിട്ട് വിളിച്ചു, അങ്ങനെയൊക്കെ സംസാരിച്ച് I call their head office phone number. They do have some power to force the service center to help us. But there's again, they also follow the rule in that book. So if the case out of that book for them, it's also harder to approve to give us that much compensation. Yes. Overall, how much? Deliver to here 1,500. There 1,000. 2,000. 3,500. Around 3,500. Yes. ഏകദേശം 3,500 RMB. അതായത് ഈ ഒരു പ്രശ്നം കാരണം അവർക്ക് ചിലവായി, ഞങ്ങൾക്കും അതിൽ പാർട്ട്ലി ഞങ്ങൾക്കും ചിലവായിട്ടുണ്ട്. അതൊക്കെ അവർ റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് മറ്റേ ബില്ല് കാണിച്ചാൽ അവർ റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓവറോൾ ഇവള് ഡീല് മീൻസ് അവരെ വിളിച്ച് സംസാരിക്കുന്നതും അവരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ടായിരുന്നു. മീൻസ് ആരും ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഇവള് കുറച്ച് ചൂടായി എന്നല്ലാണ്ട് അവർ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് സംസാരിച്ചത്. You get angry, but I think they were very... I am very, very angry because I always think it's because there's mistake make so much trouble to us. It makes sense I ask them to pay all this money, and based on this you should give me more compensation. It cost my time, ruin our plan because of this quality problem of such important part. Okay, if it's some cable broke or something, we wait 2 days, I will not ask any compensation. Yeah. So, and they ask me to pay this delivery fee from Jiangxi to Jiangsu. That's a huge amount. So I just feel really, really angry. തുടക്കത്തിൽ ഇവൾക്ക് കുറച്ച് കൺട്രോൾ പോയി, പക്ഷേ അവർ ഓവറോൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് അവർ എക്സ്പീരിയൻസ് സർവീസ് വൈസ്, even though you took 2 days, because I know many places like you wait like months, they don't do anything, and you have to send email to the head office. Many like this. I know many people who have suffered like this. Yes. So compared to that, I think 1.5 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ സോൾവ് ആയി.
അതുകൂടാതെ എല്ലാ എക്സ്പെൻസസും അവർ എടുത്തോളാം എന്ന് പറഞ്ഞു. സോ ഇൻ ദിസ് വേ ഇസ് The service I am satisfied. The quality. No. I don't know because we saw many other people's experience online. Even I have friend also use this car. You have friend, cousin. my cousin, my relative. There are many people use BYD same car. same model തന്നെ. Yeah, I never heard this kind of thing happen to them. So I don't know, like it's really we have such bad luck now. ശരിക്കും പറഞ്ഞാൽ to be honest, I feel my bad luck because this whole month has been crazy for me. ഈ മാസം തുടക്കത്തിൽ തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. തുടക്കത്തിൽ തൊട്ട് ഒന്നാമത് പണിയുടെ പ്രശ്നവും പിന്നെ കുറേ വർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തീർന്ന് ഓക്കെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോണ വഴിക്കാണ് ഇത് സംഭവിച്ചത്. സോ മൊത്തത്തിൽ ഈ മാസം എനിക്ക് നല്ല സമയമല്ല. ഈ ഒരു ഇഷ്യൂ എനിക്കറിയാം. ഇപ്പോൾ കുറേ പേര് പറയുമായിരിക്കും ഇങ്ങനെ BYD ഇങ്ങനെ പ്രശ്നമാണ് മറ്റേതാണ്. പക്ഷെ പലർക്കും ഐ ഡോണ്ട് തിങ്ക് BYD ഓടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥ വന്നൊന്നുമില്ല. ഞങ്ങൾക്ക് വന്നു, ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാമെന്നല്ലാണ്ട് ഒന്നുമില്ല, തലയെഴുത്ത്. പക്ഷേ ഞാൻ കണ്ടതിൽ ചിലർക്ക് മീൻസ് ഓൺലൈൻ കണ്ടതിൽ ഭയങ്കര കുറച്ചുള്ളൂ. മീൻസ് വെസ്റ്റേൺ സൈഡിൽ ഇവിടെ കുറച്ച് പേർക്ക് ഉണ്ട്. കാരണം അത്രമാത്രം വണ്ടികൾ ഇവിടെ ചിലവാകുന്നുണ്ട്. BYD എന്ന് വെച്ചാൽ ടോപ്പ് ഇതിലാണ്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലെ മാരുതി പോലെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ ചിലവാകുന്നത് ഇവർക്കാണ്. സോ കൂടുതൽ വണ്ടികൾ ചിലവാകുമ്പോൾ അത്രയും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഇവളുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ കസൻ ഓടിക്കുന്ന സെയിം വണ്ടിയാണ്. ഞങ്ങൾ പുള്ളിയോടൊക്കെ റിവ്യൂ ചോദിച്ചിട്ടാണ്. പുള്ളിയോട് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ അവിടെ ഒരു പുള്ളിനെ കണ്ടു. അന്ന് ഞങ്ങൾ വണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിയോട് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു. അന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിയോട് ചോദിച്ചു. പുള്ളിയും ഒരു 5-6 വർഷമായിട്ട് വണ്ടി ആ സെയിം മോഡൽ തന്നെ വണ്ടി ഓടിക്കുകയാണ്. പക്ഷെ അത് മീൻസ് കുറച്ച് കുറഞ്ഞ ഇതായിരുന്നു. കാരണം അന്നൊന്നും അത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും ഇതൊന്നും ഉണ്ടായില്ല. അതും ഇതന്നെ DMI ഹൈബ്രിഡ് വണ്ടി തന്നെയായിരുന്നു. സോ പുള്ളി ഇത്രയും വർഷമായിട്ട് ഓടിക്കും. പുള്ളി പറയും നല്ല വണ്ടിയാണെന്നൊക്കെ പറയും പുള്ളിയുടെ. അപ്പോൾ ഞങ്ങൾ കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് വാങ്ങിച്ചത്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് വളരെ റെയറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മീൻസ് ക്വാളിറ്റി ഇഷ്യൂ കാരണം പേഴ്സണൽ ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന് പ്രശ്നം ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ചില കേസിൽ അവർ പറഞ്ഞത് മിക്ക കേസിലും ഈ എലി പോയി വയറൊക്കെ കടിച്ച് അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ അവർ ചെക്ക് ചെയ്തു ഓൾറെഡി. അതിനൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സോ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വണ്ടി മാത്രമല്ല, മീൻസ് പൊതുവേ ഇപ്പോൾ ഞാൻ UAE വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. മീൻസ് അവിടെ ടൊയോട്ട ക്യാമറി ആണല്ലോ, ക്യാമറി വരെ തീ പിടിച്ച പോലെ. മീൻസ് ടാക്സി ഞാൻ വഴി കൂടെ പോയിട്ടിരുന്നപ്പോൾ ഒരു ടാക്സി തീ പിടിച്ചു. മീൻസ് ഫ്രണ്ട് ബോണിട്ട് ഫുള്ള് തീ പിടിച്ച് ടൊയോട്ട ക്യാമറി. സോ ടൊയോട്ടയാണ് ആക്ച്വലി ക്വാളിറ്റിയുടെ ടോപ്പ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അവരാണ് 6 Sigma അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ തന്നെ കണ്ടുപിടിച്ചതാണ് ലോകത്ത് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. സോ അവരുടെ വണ്ടിക്ക് വരെയും പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈവൻ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ടൊയോട്ട വാങ്ങിച്ചിട്ട് പുള്ളി ഒരു ഭയങ്കര എന്താ പറയുക ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ ഇട്ട്. മീൻസ് ടൊയോട്ടിനെ പറ്റി കളിയാക്കി കാരണം പുള്ളിയുടെ വണ്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് അവസാനം പുള്ളി ഒരു അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് കണ്ട്. സോ എല്ലാ വണ്ടിക്കും പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെ അവർ സോൾവ് ചെയ്യും, ഐ തിങ്ക് അവിടെയാണ് ആ കമ്പനി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ വിശ്വസിക്കണം. മേ ബി ഇൻ ഫ്യൂച്ചർ you think you will ever buy BYD? I don't know. If I don't buy BYD, what else car I should buy? Maybe if you really afraid of this kind of situation happen again, I would advise you to buy this very traditional car, like my old car, without any smart functions. Of course, those cars will not have this kind of issue happen, but maybe they can have other issue happen. Of course, you may need to pay more petrol fee. Don't have these smart functions. Yes, everything have good and bad. We don't recommend
to buy BYD. We also don't. recommend to buy BYD. Yes, it's all based on personal choice. Personal choice, yes. അതാ പറഞ്ഞ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലമായിട്ട് റിവ്യൂ ഇടാൻ പറ്റാത്തതുകൊണ്ട് അവസാനം റിവ്യൂ ഇട്ട ദിവസം തന്നെ ഇങ്ങനെ സമയം when we are making review look at the luck. ഒരു കൊല്ലം I asked him to make this review video long ago. You can make now. You can make now. No, wait. That day, make. Okay, that day. Everything happened in that day. എന്താ പറയുക, ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കാറിലാണ്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങളുടെ മറ്റേ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നേരത്തെ എത്തും, കാർ പിന്നെ എത്തോളം. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പ്ലേറ്റ്, മറ്റേ കുക്ക് ചെയ്യണ യൂട്ടൻസിൽസ്, പാൻ എല്ലാം. I spent so long time to think. This is urgent need. Put it in the car. This is not urgent. Put it in the box and like deliver. Now all the emergency need use stuff like pillow, cute. What else? Pan, sauce, everything. We don't have anything. And our not so urgent stuff. Not urgent. Those box. അതിപ്പോ ഓൾറെഡി അവിടെ നിന്ന് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അത് മിക്കവാറും 2 ദിവസത്തിലെത്തും. I do all those job. എന്തായാലും ഞങ്ങൾക്ക് വണ്ടി കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഓടിച്ചു നോക്കാം. ഇനിയുണ്ടല്ലോ വർഷങ്ങൾ കിടക്കുന്നുണ്ട്, അപ്പോൾ ഇനിയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ വേറെ ഒരു കാര്യം ഇട്ടിട്ട, ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാരണം പോലും അവർ എല്ലാം ഓപ്പൺ ആയിട്ടാണ് പറഞ്ഞത്. മീൻസ് അവരൊന്നും ഹൈഡ് ചെയ്യാണ്ട് എന്താ പറയണേ, എല്ലാം കറക്റ്റായിട്ടാണ് പറയണത്. മീൻസ് ഇത് അവരുടെ ഇഷ്യൂ ആണെന്ന് അവർ ഓപ്പൺ ആയിട്ടാണ്, നമ്മളോട് ഹൈഡ് ചെയ്യാണ്ട്. ദിസ് ഈസ് ഓൾസോ വൺ good thing I find is like they're not hiding that this is their quality problem. They're very open to say this is the quality problem of this equipment. They're not hide from us. Because they need to fix it. Yeah, they need to fix it, but they can. How to hide? No, they can hide from us. So they can hide. They can talk to the BYD and no need to tell us. Anyway, so ഇങ്ങനത്തെ ഒരു I think overall ഒരു ബ്രാൻഡിനെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ സർവീസ് വെച്ചാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മെയിനായിട്ട് BYD എടുക്കാൻ കാരണം അവരുടെ സർവീസിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. ഞങ്ങൾ എവിടെ പോയാലും അവർ നമ്മളോട് ഡീൽ ചെയ്യണ രീതി എല്ലായിടത്തും എവിടെ പോയാലും നമ്മൾ പല സിറ്റിയിൽ പോയി ജസ്റ്റ് അവരുടെ ഷോറൂമിൽ കയറി എല്ലായിടത്തും അവർ ഒരേ ഒരു സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുന്നതും. എല്ലാവർക്കും മീൻസ് ഐ തിങ്ക് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ഇതിന് കിട്ടുന്നുണ്ടാവും. പക്ഷേ അവർ ഡീൽ ചെയ്യണ രീതിയും എല്ലാം കൊണ്ട് ഒരു നല്ലൊരു മീൻസ് നമുക്കൊരു എന്താ പറയണ ഒരു ഇമേജ് കിട്ടില്ല അങ്ങനെ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ. കാരണം ഞങ്ങൾ വേറെ ടൊയോട്ടയിലും എന്താ പറയണ ഇവിടെ ജീലി ഇവരുടെ വേറെ കുറേ ബ്രാൻഡുള്ള എല്ലായിടത്തും പോയി അവരായിട്ട് ഡീൽ ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും എല്ലായിടത്തും പോയി ഇപ്പോൾ ഒരേ സ്റ്റാൻഡേർഡിൽ ഒരേ രീതിയിൽ ആൾക്കാർ പെരുമാറിയത് ഈ BYD കാർ വെച്ചാണ്. പക്ഷേ അതുകൊണ്ട് അത് ശരിയാണോ തെറ്റാണോ, വണ്ടി നല്ലതാണോ ചീത്തയാണോ പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവം ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഓടിച്ചു, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. റിവ്യൂ എടുക്കുന്ന സമയത്ത് കറക്റ്റ് വണ്ടിക്ക് പ്രശ്നം വന്നു. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വണ്ടി കിട്ടിയിട്ട് ഇനി ഓടിച്ചു നോക്കാം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. കാരണം വേറെ ഒരു ബാക്കിയുള്ള സാധനത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല എൻ്റെ അറിവിൽ. വേറെ ഒരു ഇതിലും മീൻസ് ക്വാളിറ്റി ഇഷ്യൂയോ വേറെ സാധനങ്ങൾ പൊട്ടിയോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായില്ല. But this is a very big problem. Yeah, this is very big problem. Yes. So ഇതുകൊണ്ട് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്, ഇത് വാങ്ങിക്കണോ, ഈ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ മോഡൽ ഇപ്പോൾ ഓൾറെഡി ഇല്ല. This model is no more available. All the car must use very similar parts. Yes. Online you can also find other car have same problem. If you search BYD, this problem, you change the brand to other BMW. Let's say BMW. Also have. But in China we can see more BYD this problem because BYD have more cars on the road. Yeah, more people buy yes, BYD. So have more this kind of discuss online. Yeah, so no matter which car you buy, you can face this problem.
കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികളിൽ എല്ലാത്തിലും ഇങ്ങനത്തെ കുറേ കമ്പ്യൂട്ടർ ചിപ്സ് അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈവൻ പെട്രോൾ കാറായി എടുത്താലും അതിലും ഇങ്ങനത്തെ കുറേ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ടെക്നോളജിയിൽ കൂടെ പോവാന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഓഫ് കോഴ്സ് നമുക്കൊരു പഴയ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച് ജീവിക്കാം, അതും ഒരു രീതിയാണ്, ഒരു രീതിയിൽ ജീവിക്കാം, അങ്ങനെ വേണമെങ്കിലും. I want to say, no matter which car you buy, you may meet this problem. That's why you have to buy car from very big brand. If we bought car from like some small brand, I don't know we will get this service or not. Yeah. So at least BYD give us something. Yes. At least make us satisfied. We also don't demand too much, but they ready to accept our needs. If you really want to buy EV or some smart car, buy from bigger brand. Yeah. Consider their service because You really need to consider their service. Yes. ഏത് സാധനം ഈവൻ ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാലും അവരുടെ സർവീസ് നോക്കിയിട്ട് വാങ്ങിക്കാം. I feel like you should not only consider quality because online each car have their own quality maybe issues. Yes. Yeah, overall good, but it doesn't mean you are that lucky person. Your car has totally no problem. Yes. So the service is really important. Second, quality of course really important. You don't know what even you buy the most expensive like BMW, Audi. You don't know you will be that unlucky person or not. But good you buy those bigger brand, they have good service. അതാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. ഇനിയിപ്പോൾ വണ്ടി എപ്പോഴാണ് കിട്ടുന്നത്, ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കാം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന്, അവർ റിപ്പയർ ചെയ്ത് കറക്റ്റായോ ഇല്ലയോ എന്നൊക്കെ നോക്കി വേറെ എപ്പോഴെങ്കിലും വീഡിയോ ഇടാം. കാരണം നല്ല ബിസിയാണ്, എനിക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ. പിന്നെ കാണാം. പിന്നെ കാണാം. ബൈ.